സ്നേഹപ്പെട്ട എല്ലാവർക്കും പത്തിൻ്റെയിലേക്ക് സ്വാഗതം. അവൻ ന്യായപ്രമാണത്തിലെ അപ്പോൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 1 അതിൻ്റെ 1-2 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ ആനന്ദിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത മനുഷ്യനെ ഭാഗ്യവാൻ എന്ന് വിളിച്ച സങ്കീർത്തനെ പ്രതിനിധിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ അവിടുത്തെ കൽപ്പനകളും നിർദ്ദേശങ്ങളും വിവരിപ്പാൻ ആ പദം ഉപയോഗിച്ചിരുന്നു. തിരുവഴുത്തെ ധ്യാനിക്കുന്നവർ ആറ്റിൽ നട്ടിരിക്കുന്നതും തക്കാൾ ഫലം കായ്ക്കുന്നതും ഇലവാടാത്തമായ വിഷം പോലെ ഇരിക്കും. സങ്കീർത്തനം 1:3. ജീവദായകമായ ജലത്തിന് ഉറവിടം കണ്ടെത്തുവാൻ ഒരു മരത്തിൻ്റെ വേരുകൾ മണ്ണിലേക്ക് ഇറങ്ങുന്ന പോലെ ദൈവത്തിൻ്റെ യഥാർത്ഥത്തിൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകൾ തിരുവഴുത്തിൽ ആഴത്തിൽ വേരുന്നുകയും അവർക്ക് ആവശ്യമായ ശക്തി കണ്ടെത്തുകയും ചെയ്യും. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നത് നമ്മുടെ അടിസ്ഥാനങ്ങളെ അവളിൽ നിലനിർത്തുവാൻ സഹായിക്കും. അപ്പോൾ നാം കാറ്റുപാറ്റിന പത്രം പോലെ ആകുകയില്ല. വാക്യം 4. വചനത്തിൽ കൂടി ദൈവം നമുക്ക് നിലനിൽക്കുന്ന ഫലം കായ്ക്കുന്നതിനായി പ്രയോജനം പോഷണം പ്രദാനം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിത രീതിക്ക് ബൈബിൾ എങ്ങനെ ആധാരമായിരിക്കുന്നു? തിരുവഴുത്ത ദിവസം മുഴുവൻ ധ്യാനിപ്പാൻ നിങ്ങൾക്ക് എങ്ങനെ സാധ്യമാകും? പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ബൈബിളിലൂടെ നിൻ്റെ വചനങ്ങളെ അങ്ങനെക്ക് പ്രദാനം തന്നിരിക്കുന്നു, ദാനം ചെയ്തിരിക്കുന്നു. ഞാൻ നന്ദി പറയുന്നു. നന്ദിയോടും അത്ഭുതത്തോടും അവയെ കൈക്കൊള്ളുവാൻ എന്നെ സഹായിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം കൂടി അനുഭവങ്ങൾ അദ്ദേഹം നടക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.